ഇതെൻ്റെ സാംസങ് S23 ഫോണാണ്. ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ 2 വർഷം ആകുന്നു. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ ഇതിൽ ലൈൻസ് വീണ് തുടങ്ങി. ആദ്യം ഒരു വര വീണത് ഇപ്പം 8 വരയിൽ വന്ന് നിൽക്കുന്നു. ഞാൻ അപ്ഡേഷൻ ചെയ്ത് ഫോൺ ചാർജിങ്ങിന് കുത്തി ഇട്ട ഒരു സമയത്താണ് ഇതിൽ ഫസ്റ്റ് ലൈൻ വീണ് തുടങ്ങിയത്. എന്തായാലും ഈ ഫോൺ കാണുമ്പം ഓരോരുത്തർ എനിക്ക് മെസ്സേജുകൾ ഇടുന്നുണ്ടായിരുന്നു. ഇത് പിന്നെന്താ എവിടെ കൊണ്ട് കാണിക്കണം, എങ്ങനെ കാണിക്കണം എന്നൊക്കെയുള്ളത് ഒരുപാട് പേരുടെ മെസ്സേജുകളൊക്കെ അയച്ചിടുന്നുണ്ടായിരുന്നു. ഞാൻ പല രീതിയിലും അതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടും എനിക്കൊന്നും സക്സസ് ആവുന്നുണ്ടായിരുന്നില്ല. സാംസങ്ങിൻ്റെ ഷോപ്പിൽ ചെന്ന് അന്വേഷിച്ചപ്പം 22,000 രൂപയോളം പിന്നെ ഇത് ശരിയാക്കുന്നതിന് ചാർജ് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ കസിൻ ബ്രദറിൻ്റെ മെസ്സേജ് വന്നു. ആ മെസ്സേജാണ് എനിക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടത്. അതെന്താണെന്ന് നമുക്ക് കാണാം. സാംസങ് S23 എന്ന പണി കസ്റ്റമർ കെയറിലും കെയർ ഇറങ്ങിയ ഒരു കാര്യമില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ പിന്നാണ്. അപ്പോൾ കഴിഞ്ഞ അപ്ഡേറ്റ്, അതായത് മാർച്ച് 27 ഒന്ന് അപ്ഡേറ്റ്, മാർച്ച് 1 നമുക്ക് സെക്യൂരിറ്റി പാച്ച് വന്നത്. മാർച്ച് 27 നമ്മൾ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത്, മാർച്ച് 27 അപ്ഡേറ്റ് ചെയ്തതിന് അപ്പോൾ സാംസങ് മെസ്സേജ് എടുക്കണം, സപ്പോർട്ട് മെസ്സേജ് എടുക്കണം. ഓർക്ക് എന്തായാലും ചെയ്താൽ പറ്റാന്ന് പറയണം. അപ്പോൾ നമ്മൾ ഇനി ഇത് കിട്ടിയൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം, കിട്ടാൻ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു സാംസങ്. സാംസങ് S23 അല്ലല്ലോ പറയും. ഇപ്പോൾ സാംസങ്ങിന്റെ ഓഫീസിൽ കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തരാം. ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഡിസ്പ്ലേ ലൈൻ ഇഷ്യൂ വന്നിട്ട് ഒരു 2 ദിവസം മുമ്പ് ഞാൻ വീഡിയോ ഉണ്ടായിരുന്നു. സംഭവം എന്താ വെച്ചാൽ അപ്ഡേറ്റിന് ശേഷം വന്നിട്ടുള്ളത് ഏകദേശം 2 ദിവസമായിട്ട് ഏകദേശം 12 സാംസങ് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്, അതിന് മുകളിൽ സൂപ്പർവൈസേഴ്സ്, അതിന് മുകളിൽ ഹെഡ് ഓഫീസ്, ഈ ഹെഡ് ഓഫീസിനാണ് കോൾ വന്നത്. ലൈൻ വന്നേക്കും സാംസങ് യൂസർ സേവ് ചെയ്തോളി, കണ്ടിട്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കിച്ചോളി. എങ്ങനെയാണ് ലൈൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറയാം. ഈ പോസിറ്റീവായിട്ട് മാറ്റി കിട്ടുന്ന രീതിയിൽ പോസിറ്റീവായിട്ടും അല്ലാതെ നെഗറ്റീവായിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമന്റ് ഒരുപാട് പേര് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്യുന്നത് നമ്മൾ പേഴ്സണൽ ഡീമിൽ ചോദിച്ചിട്ട് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ പോസിറ്റീവ് ഞാൻ പറഞ്ഞത്. നമ്മൾ ലീഗൽ മൂവിയും കൺസോൾ കോഡിൽ പോകും. എന്തായാലും അപ്ഡേറ്റ് കൊണ്ടാണ് റിപ്ലൈ. ആൻഡ്രോയിഡ് ഫോൺ അപ്ഡേറ്റ് ചെയ്ത് പണി കിട്ടും. ആൻഡ്രോയിഡ് മാത്രമല്ല, ഈ iOS ആണെങ്കിലും അപ്ഡേറ്റ് ചെയ്ത് പണി കിട്ടും. പിന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ സേവ് ചെയ്തോ നിങ്ങൾ യൂസ്ഫുൾ ആവും. നിങ്ങളുടെ ഫോളോ ആണെങ്കിൽ എന്റെ സാംസങ് അപ്ഡേറ്റ് ചെയ്ത് ലാംഗ്വേജ് ചെയ്യുന്ന ഒരു വീഡിയോ 1 മില്യൺ വ്യൂ വന്നു. അത് സാംസങ് ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്യണം. അതെങ്ങനെയാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത്. സേവ് ചെയ്തോ, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അങ്ങനെ അനിയൻ മോനു പറഞ്ഞതനുസരിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് ചെയ്തു. കോട്ടയം സർവീസ് സെൻറ്ററിൽ പോയിട്ട് നമ്മൾ ജോബ് രജിസ്റ്റർ ചെയ്തു. പിന്നീട് അവർക്ക് മെയിലുകൾ നിരന്തരമായിട്ട് അയച്ചു. അവരുടെ തന്നെ കസ്റ്റമർ കെയറുകളിൽ നിരന്തരമായിട്ട് കോൾ ചെയ്തു. എന്തായാലും അവർ ഹെഡ് ഓഫീസിൽ നിന്ന് വിളി വന്നു. നിങ്ങളുടെ ഫോൺ 649 രൂപയ്ക്ക് ശരിയാക്കി തരാമെന്ന്. 22,000 പറഞ്ഞ സ്ഥലത്താണ് 649 രൂപയ്ക്ക് ഫോൺ ഇപ്പോൾ ശരിയായി എൻ്റെ കൈകളിലിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു മോനുകുട്ടാ.